ഹലോ ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഐ ആം ലിഷ നിജിത്ത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റിനെ പറ്റിയിട്ടാണ്. എല്ലാവർക്കും ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയിട്ടിരുന്നാൽ നമ്മൾ കൂടുതൽ ഹേർട്ടാവാൻ ചാൻസ് കുറവായിരിക്കും. നമ്മൾ കൂടുതൽ അടുത്തിരിക്കുന്ന വ്യക്തികളോട് എപ്പോഴും നമ്മളൊരു ചെറിയ ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് ഇട്ടിട്ട് നമ്മൾ അവരോട് ഇടപഴകാൻ ശ്രമിക്കുന്നതായിരിക്കും നമ്മുടെ ഭാവിയിലേക്കുള്ള ഒരു പീസ് ഓഫ് മൈൻഡിനും ലെസ് ഹേർട്ടിനും കാരണമായിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ബൗണ്ടറീസ് എപ്പോഴും കീപ്പ് ചെയ്യുക, ഒരു പേഴ്സണൽ സ്പേസ് എപ്പോഴും നമ്മുടേതായിട്ടുണ്ടായിരിക്കുക, ഓവർ ഷെയറിങ് അവോയ്ഡ് ചെയ്യുക. അവരിൽ നിന്ന് ഫുള്ളായിട്ട് അകലാനല്ല പറയുന്നത്, അവരുടെ അടുത്തായിരിക്കുമ്പോഴും ഫുള്ളി നമ്മൾ അവരിലേക്ക് ഡിപ്പെൻഡ് ആവാതിരിക്കുക. എപ്പോഴും റിയൽ മീനിങ് ഓഫ് ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്തുനിന്ന് നമ്മൾ അകലുകയല്ല, നമ്മുടെ മൈൻഡിൽ നിന്ന് അവരെ കുറച്ച് അകറ്റി നിർത്തുക. ടോക്കിംഗ് ടു ദം, അവരോട് സംസാരിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഒരു ബൗണ്ടറി ഇട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യുക. ഇറ്റ്സ് ഓക്കെ, അവർ നമ്മുടെ അടുത്തുണ്ടായാലും കുഴപ്പമില്ല, പക്ഷേ അടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബൗണ്ടറി എപ്പോഴും ആരോടായാലും കീപ്പ് ചെയ്യുക. അപ്പോൾ ഭാവിയിൽ അവർ നമ്മളിൽ നിന്ന് അകന്നു പോയാലും നമ്മൾ അവരിൽ നിന്ന് അകത്ത് പോയാലും നമുക്ക് ഒരു സങ്കടം അല്ലെങ്കിൽ ഹേർട്ടിനുള്ള ചാൻസ് കുറവായിരിക്കും. പിന്നെ എന്താ പറയുക, ഒരു പേഴ്സണൽ സ്പേസ് കീപ്പ് ചെയ്യുക, ബൗണ്ടറീസ് കീപ്പ് ചെയ്യുക, ഓവർ ഷെയറിങ് അവോയ്ഡ് ചെയ്യുക, പിന്നെ നോ പറയേണ്ടടുത്ത് നോ പറയാൻ ശ്രമിക്കുക. അതൊക്കെയാണ് ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റായിട്ട് ശ്രമിക്കുന്നവർ ചെയ്യേണ്ട കാര്യങ്ങൾ. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയില്ലെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തുള്ള വീഡിയോസ് ഇനി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.